ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് പെരുന്നാത്തലാണ്. ഇപ്പോൾ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ കാണാം. ഞാൻ എൻ്റെ അനിയത്തിയുടെ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാണ്ടായിരുന്നു, അത് കൊണ്ട് കൊടുക്കാൻ പോവാണ്. പിന്നെ അവളെത്തി അവൾക്ക് കുറച്ച് ഫാൻസി സാധനങ്ങളൊക്കെ വാങ്ങിക്കൊടുത്ത് അവൾ വീട്ടിലോട്ട് പോയി. ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കാം. അപ്പോൾ ഇന്ന് നോമ്പായതുകൊണ്ട് തന്നെ വീട്ടിൽ ഫുഡൊക്കെ ഉണ്ടാക്കണമല്ലോ. അപ്പോൾ ഉമ്മ പത്തിരിയും ബീഫ് കറിയൊക്കെ ഉണ്ടാക്കി വെച്ച് വന്നപ്പോഴത്തേക്കും ഞാൻ അവൾക്ക് സാധനം കൊണ്ടുപോയി കൊടുത്തു വന്നു. അങ്ങനെ ഞാനിതാ ബ്രെഡ് പൊരിച്ചുകൊണ്ടിരിക്കുക. നമുക്ക് ചായക്ക് നോമ്പ് തുറക്കുമ്പോഴുള്ള ചെറിയ കടി ഉണ്ടല്ലോ, അതുണ്ടാക്കിക്കൊണ്ടിരിക്കുക. അന്നപ്പോഴത്തേക്കും ഉമ്മൻ്റെ പരിപാടിയൊക്കെ ഉമ്മ കഴിഞ്ഞു. അതെ, ബ്രെഡൊക്കെ പൊരിച്ച് കഴിഞ്ഞത് ഒരാൾ കുളിച്ച് വന്ന് എൻ്റെ ഫോട്ടോ എടുക്കുമോ ചോദിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ക്യാമറയും കൊണ്ട് നടക്കുന്നത് കണ്ടപ്പോൾ അങ്ങനെ അതെ ബ്രെഡൊക്കെ പൊരിച്ച് കഴിഞ്ഞത് നമുക്ക് ജ്യൂസ് അടിക്കാം. ജ്യൂസ് ഇപ്പോൾ ഓൾറെഡി മാങ്ങ സീസണാണല്ലോ, അപ്പോൾ മാങ്ങ ഒരുപാടുണ്ട്. അങ്ങനെ ഉമ്മ തരിയൊക്കെ കാച്ചി. ഇപ്പോൾ സമയം വന്നിട്ട് 6:30 ആവാൻ 6:45 ആകുമ്പോഴാണ് ബാങ്ക് കൊടുക്കതേ. ഒക്കെ റെഡിയാക്കിയത് വല്യമ്മയാണ് കേട്ടോ. വല്യമ്മക്ക് വെയിറ്റ് ചെയ്ത് വെക്കാൻ. ഇങ്ങനെ ജ്യൂസൊക്കെ പാർന്നു ബാങ്ക് കൊടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കാം. അങ്ങനെ ബാങ്ക് കൊടുത്തതേ. അങ്ങനെ നോമ്പൊക്കെ തുറന്ന് കഴിഞ്ഞ്, അപ്പോൾ ഞാൻ നോമ്പ് തുറന്ന് കഴിഞ്ഞ് ജ്യൂസ് കുടിച്ചാൽ പിന്നെ ഫുഡ് കഴിക്കും. ഉമ്മയും വല്യമ്മയൊക്കെ ജ്യൂസും തരിയൊക്കെ കുടിച്ച് ചെറിയ കടിയൊക്കെ കുടിച്ചാൽ പിന്നെ കുറച്ച് ടൈം കഴിഞ്ഞിട്ടേ ഫുഡ് കഴിക്കും. പൊറാട്ടയും ബീഫൊക്കെ കഴിച്ചു. പിന്നെ കുറച്ച് മടക്കി വെക്കാനുണ്ടായിരുന്നു. ഇപ്പോൾ പെരുന്നാളായതുകൊണ്ട് നമ്മൾ കൂട്ടിട്ടുണ്ടാകാൻ വിചാരിച്ചു ഒക്കെ മടക്കി വെച്ചു. അന്നപ്പോഴത്തേക്കും ബാങ്ക് കൊടുത്തു, ഇശാ നിസ്കരിച്ചു. പിന്നെ കുറച്ച് സ്റ്റിച്ച് ചെയ്യാനൊക്കെ ഉണ്ടായി. പെരുന്നാത്തലേന്ന് എന്തായാലും എനിക്ക് എന്തെങ്കിലുമൊക്കെ സ്റ്റിച്ച് ചെയ്യേണ്ട. അതിന് കുറേ മുന്നേ വാങ്ങി വെച്ചിട്ടൊക്കെ ഉണ്ടാവും. എന്നാലും ആ പെരുന്നാത്തലേന്ന് സ്റ്റിച്ച് ചെയ്താലേ നമുക്ക് അതിൻ്റെ ഒരു സുഖം കിട്ടും. അങ്ങനെ അതെ എൻ്റെതുണ്ടായിരുന്നു, ഉമ്മൻ്റെ ഉണ്ടായിരുന്നു. അത് സ്റ്റിച്ചിങ്ങൊക്കെ കഴിഞ്ഞ് പിന്നെ ക്ലീൻ ചെയ്യാൻ നമ്മൾ തലേന്ന് രാത്രി അടിച്ച് വാരി തുടച്ചുമല്ലോ, പിറ്റേന്ന് അങ്ങനെ രാവിലെ എണീച്ചിട്ട് ചെയ്യലല്ലോ. അങ്ങനത്തെ അതൊക്കെ കഴിഞ്ഞു. പിന്നെ ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കുളിച്ച് ഫ്രഷായി. പിന്നെ അവസാനത്തെ പരിപാടി കിടക്കാൻ നേരം മൈലാഞ്ചി വാങ്ങി. എനിക്കങ്ങനെ മൈലാഞ്ചി ഇടാനൊന്നും അറിയത്തില്ല. അപ്പം ഞാൻ ഈ സ്റ്റിക്കർ വാങ്ങിയത് അമ്മൻ്റെ കൈമേൽ മൈലാഞ്ചി. ഞാൻ പിന്നെ ജസ്റ്റ് ഒന്ന് നോക്കി, യൂട്യൂബിലൊക്കെ നോക്കി ജസ്റ്റ് ഒന്നിടും. ഇവന് മൈലാഞ്ചി ഇടുന്നത് ഇഷ്ടമല്ലതേ, എന്തോ വെച്ചുണ്ടാക്കിക്കൊണ്ട് നിൽക്കുക. അങ്ങനെ മൈലാഞ്ചിയൊക്കെ കഴിഞ്ഞപ്പോൾ 12:10 അങ്ങനത്തെ ഞങ്ങൾ കിടന്നു. ഇനി ഇത് വ്ളോഗ് കാണാം. ബൈ ഗായ്സ്.